Miss from MS Solutions. ഇനി എന്തിനു വേറെ സൊല്യൂഷൻസ്? എടാ നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണല്ലോ. മിസ്സിന്റെ ഒക്കെ ഫേവറേറ്റ് ചാപ്റ്റർ ആണ് കെമിക്കൽ കൈനറ്റിക്സ്. സോ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണല്ലേ നമ്മുടെ ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. സോ ഹാഫ് ലൈഫ് ഇല്ലാതെ എന്ത് എക്സാം, ഏത് എക്സാം എടുത്താലും അതിൽ ഹാഫ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം വളരെ ഷുവർ ആണ്. അപ്പൊ മക്കളെ, ഹാഫ് ലൈഫ് എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. മാത്രമല്ല ഫസ്റ്റ് ഓർഡർ ആൻഡ് സീറോ ഓർഡർ റിയാക്ഷൻസിന്റെ ഹാഫ് ലൈഫിന്റെ ഡെറിവേഷൻ കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. സോ ഈ ഒരു ഡെറിവേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, ഷുവർ ആണ്. അപ്പൊ മക്കൾ ശ്രദ്ധിച്ച് നോക്കിക്കോ. എന്താണ് ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? എന്താ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നോക്കിയാൽ സിമ്പിൾ റിയാക്ഷൻ, റിയാക്റ്റൻസ് ഇതാ റിയാക്ട് ചെയ്യുന്നു, പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ തുടക്കത്തിൽ എത്രയാണോ ഉണ്ടായിരുന്നത് അതിന്റെ പകുതിയാകാൻ എടുക്കുന്ന ടൈം, ആ ടൈമിനെയാണ് നമ്മൾ ഹാഫ് ലൈഫ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഈ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ ഇവിടെ 100 ആയിരുന്നു. ഓക്കെ, ഇനി അതിന്റെ പകുതിയായി, അതായത് 50 ആയി എന്ന് വിചാരിക്കുക. ഓക്കെ, തുടക്കത്തിൽ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ ഇപ്പൊ 100 ആണെങ്കിൽ അത് അതിന്റെ പകുതി 50 ആകാൻ എടുക്കുന്ന ടൈം, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഹാഫ് ലൈഫ് എന്ന് പറയാ അല്ലെ. സോ ദാ ഹാഫ് ലൈഫ് ടി ഹാഫ് ആകുമ്പോൾ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ എന്താ സംഭവിക്കുക? റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ RT എന്ന് പറയുന്നത് എന്താവൂടാ? തുടക്കത്തിലുള്ളത് R0, അതിന്റെ പകുതി, തുടക്കത്തിൽ ഉണ്ടായിരുന്നതിന്റെ പകുതി ആയിട്ടുണ്ടാവും. ഓക്കെ, സോ നോക്കിക്കോ. ദ ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ ഈസ് ദ ടൈം ഇൻ വിച്ച് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ഈസ് റെഡ്യൂസ്ഡ് ടു 1/2 ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അല്ലെ. സോ അതിനെയാണ് നമ്മൾ ടി ഹാഫ് എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫിന്റെ ഡെറിവേഷൻ. റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ തവണയും എക്സാമിന് ചോദിക്കുന്നതാണ്. നോക്കിക്കോ ഹാഫ് ലൈഫ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യാന്നുള്ളത്. അപ്പൊ ആദ്യം മക്കൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ, നമുക്ക് സീറോ ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ അറിഞ്ഞൂടെ? അറിയാം അല്ലെ. സോ അത് എഴുതി വെക്കുക. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ K is equal to R0 minus RT by T. ഇതാണ് സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഇനി ഇതിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? നമുക്കിതൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് കാര്യം മനസ്സിലാക്കി പഠിക്കാം. ഇതിൽ നമ്മൾ ടൈം ആണ് കാണാൻ പോകുന്നത് അല്ലേ. യെസ്, ആദ്യം നമുക്ക് ടൈമിന്റെ എക്സ്പ്രഷനിലേക്ക് ഇതിനെ മാറ്റാം. സോ ഇറ്റ് ഈസ് R0 minus RT by K. എടാ, ഇനി നമുക്ക് ടി ഹാഫ് അല്ലേ വേണ്ടേ? ഹാഫ് ലൈഫ് അല്ലേ വേണ്ടേ? അപ്പൊ ഞാൻ ടീനെ എന്താക്കി? ടി ഹാഫ് ആക്കി. അപ്പൊ ഇക്വേഷനിൽ എന്ത് മാറ്റാ വരിക? ഇറ്റ് ഈസ് R0 minus RT എന്താകും? R0/2 ആകും. അതാണ് വ്യത്യാസം അല്ലെ. റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ എന്തായിട്ടുണ്ടാവും? തുടക്കത്തിൽ ഉണ്ടായിരുന്നതിന്റെ പകുതി ആയിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മൾ അവിടെ കൊടുക്കുന്നു. RTക്ക് പകരം R0/2 എന്ന് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ കെയും കൂടെ ഉണ്ട്, അതും കൂടെ ഇട്ടു. ഓക്കെ, R0യിൽ നിന്ന് R0/2 അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, R0/2 അല്ലെ കെ. ഓക്കെ, R0യിൽ നിന്ന് R0യുടെ പകുതി പോയി, പിന്നെ എന്താ ഉള്ളത്? ബാക്കി പകുതി അല്ലെ. പിന്നെ ബാക്കി പകുതി ഉണ്ട്, അപ്പോൾ R0/2 ആയി അല്ലെ. ഇനി ഇവിടെ കെ കൂടെ ഉണ്ട്, അപ്പൊ അതും കൂടെ മിസ് അവിടെ ഇട്ടു. അപ്പൊ R0/2K ഇതാണ് ഹാഫ് ലൈഫിന്റെ ഡെറിവേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. ദ പെട്ടിയിലാക്കി പൂട്ടിയിട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. ടി ഹാഫ് ഈസ് ഈക്വൽ ടു R0/2K ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. സി ഒരു ഇക്വേഷനിൽ നിന്ന് മക്കൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? സീറോ ഓർഡർ റിയാക്ഷന്റെ കേസിൽ ഹാഫ് ലൈഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ആർക്ക്? ഇനീഷ്യൽ റിയാക്റ്റന്റ് കോൺസെൻട്രേഷന് അല്ലെ. സോ ടി ഹാഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഇനീഷ്യൽ റിയാക്റ്റന്റ് കോൺസെൻട്രേഷന് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് റേറ്റ് കോൺസ്റ്റന്റിന് അല്ലെ. റേറ്റ് കോൺസ്റ്റന്റിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? ഇനി ഇതേപോലെ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഫസ്റ്റ് ഓർഡറിന്റെ ഡിറൈവ് ചെയ്യാനായിട്ട് പോവാണ്. ഇതേ മെത്തേഡ്, ഇതേ രീതി. അപ്പൊ ആദ്യം എന്ത് ചെയ്യേണ്ടി വരും? യെസ്, ഫസ്റ്റ് ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എഴുതണം. ഓക്കെ, ദാറ്റ് ഇക്വേഷൻ ഈസ് K is equal to 2.303 divided by T log R0 initial reactant concentration by RT reactant concentration at time T.
ഓക്കെ മക്കളെ, ഇതും നേരത്തെ പോലെ തന്നെ ടൈമിന്റെ ഇക്വേഷനിലേക്ക് മാറ്റുക. അപ്പൊ 2.303 ഡിവൈഡഡ് ബൈ കെ ലോഗ് R0/RT ആയി അല്ലെ. ഇനി നമുക്ക് വേണ്ടത് എന്താടാ? ടി ഹാഫ് ആണ് വേണ്ടത് അല്ലെ, ഹാഫ് ലൈഫ് ആണ് വേണ്ടത്. ഹാഫ് ലൈഫ് അല്ലേ വേണ്ടത്? യെസ്. അപ്പൊ ഞാനിതാ ടി ഹാഫ് ആക്കി. ഓക്കെ, അപ്പൊ എന്ത് ചേഞ്ച് വരും? 2.303 ഡിവൈഡഡ് ബൈ കെ ലോഗ് R0 അങ്ങനെ തന്നെ എഴുതാം ബൈ RT മാറും. RT എന്താകും? R0/2 ആകും. R0/2 ആവും. ഓക്കെ, അപ്പൊ R0/2 എന്ന് പറഞ്ഞ എത്രയാ? R0യും R0യും ക്യാൻസൽ ആയി പോവും. 1/1/2. 1/1/2 എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലേ. അപ്പൊ ടി ഹാഫ് ഇസ് ഈക്വൽ ടു 2.303 ഡിവൈഡ് ബൈ കെ ഇൻറ്റു log 2. log 2ന്റെ വാല്യൂ 0.3010. log 2ന്റെ വാല്യൂ 0.3010 ആണ്. സോ അത് ഇക്വേഷനിൽ കൊടുക്കുക. ടി ഹാഫ് ഇസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ കെ. ഇനി log 2ന്റെ വാല്യൂ 0.3010. ഓക്കെ, ഇനി ഇത് രണ്ടും ഇൻറ്റു ചെയ്യാം മക്കളെ. ഇത് ഇൻറ്റു ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 എന്ന് കിട്ടും ഡിവൈഡഡ് ബൈ കെ. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഓർഡറിന്റെ എന്ത് മക്കളെ? ഹാഫ് ലൈഫ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ റേറ്റ് കോൺസ്റ്റന്റ്. വെരി ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്, എക്സാമിന് ഷുവർ ആണ് കേട്ടോ. ഓക്കെ, യെസ്. ഇത് കൂടുതലും 3 മാർക്കിനൊക്കെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. സോ 3 മാർക്ക് പോക്കറ്റിലാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റൂടാ. യെസ്, ഇതിന്റെ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ ഇനീഷ്യൽ റിയാക്ടന്റ് കോൺസെൻട്രേഷന്റെ വല്ല ടേമും ഉണ്ടോ? ഇല്ല അല്ലെ. R0 നമുക്ക് ഇവിടെ കാണാനില്ല, ഇനീഷ്യൽ റിയാക്ടന്റ് കോൺസെൻട്രേഷനെ കാണാനില്ല. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കേസിൽ ടി ഹാഫ് എന്താണ്? ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ഇനീഷ്യൽ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ടി ഹാഫ് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ഇനീഷ്യൽ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പൊ ഹാഫ് ലൈഫിന്റെ ഡെറിവേഷൻ നമ്മൾ ഈ ഒരു വീഡിയോയിൽ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു. 0 ഓർഡറിന്റെ പഠിച്ചു, ഫസ്റ്റ് ഓർഡറിന്റെ പഠിച്ചു. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. സോ ഇതേപോലെ യൂസ്ഫുൾ വീഡിയോസുമായിട്ട് മിസ് ഇനി വീണ്ടും വരും. ഓൾ ദ ബെസ്റ്റ്.